ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. അമ്മയ്ക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ടത്രേ. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛനും താനും പൂച്ചിച്ച് തള്ളിയിട്ടേയുള്ളൂ. ഇന്നത്തെ കാലത്ത് എന്ത് ആഭിചാരം, എന്ത് കൂടോത്രം. പക്ഷെ ഇപ്പോൾ അവൾ പറഞ്ഞു കേട്ടപ്പോൾ എന്തോ ഒരു സംശയം പോലെ. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു തനിക്കെങ്ങനെ ഇങ്ങനെയൊക്കെ പറ്റുന്നു. അടുത്ത നിമിഷം സിദ്ധാർത്ഥിന് തന്നോട് തന്നെ പുച്ഛം തോന്നി. താൻ എന്തൊക്കെയാണ് ഈ ചിന്തിക്കുന്നത്? ഈ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചിന്തിക്കുകയോ? പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൾ തന്നെ എന്തോ കൂടോത്രം ചെയ്തിട്ടെന്ന സംശയം അവന്റെ ഉള്ളിൽ ബലപ്പെട്ടു. ഒരു കുഴപ്പമില്ലായിരുന്നു തനിക്ക് പിന്നെ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അതോടുകൂടി സിദ്ധാർത്ഥ ആകെ തളർന്നു. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയി തന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തിറക്കുക എന്നുള്ള ആത്മവിശ്വാസമൊക്കെ അവനിൽ നിന്നും പതിയെ നഷ്ടപ്പെട്ടു. നിറഞ്ഞ കണ്ണുകളുമായി അവൻ ആ ബെഡിൽ കണ്ണുകൾ അടച്ച് കിടന്നു. ഇതൊക്കെ ആരോട് പറയും? ആരെങ്കിലും വിശ്വസിക്കുകയോ? ഇതൊക്കെ പറഞ്ഞാൽ തനിക്ക് ഭ്രാന്താണെന്ന് എല്ലാവരും പറയും. ഇന്നത്തെ കാലത്ത് ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. തനിക്കിത് സംഭവിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നോട് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ താനും അത് പുച്ഛിച്ചള്ളുകയുള്ളൂ. ദൈവമേ എന്നൊരു വിളി അവന്റെ ഉള്ളിൽ നിന്ന് അന്നേരം ഉയർന്നു വന്നു. അങ്ങനെ വിശ്വാസിയൊന്നും അല്ലെങ്കിലും ഇപ്പോൾ എന്തോ ആപത്ത് സമയത്ത് ദൈവമല്ലാതെ തന്റെ കൂടെ വേറെ ആരുമില്ലെന്നൊരു തോന്നൽ. ഏതായാലും നാട്ടിലേക്ക് എത്തട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. അവനൊരു ദീർഘനിശ്വാസത്തോടെ കണ്ണുകൾ അടച്ചൊന്ന് മയങ്ങാൻ ശ്രമിച്ചു. ഇത്രയും കേട്ടിട്ട് ജിബിൻ എന്ത് തോന്നുന്നു? ഇപ്പോഴും അരുണദത്തിന്റെ ഗുരുവിന്റെ വീട്ടിൽ തന്നെയാണ് ജിബിൻ. അപ്പോൾ മയങ്ങി കിടന്നിട്ട് ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ജിബിൻ എഴുന്നേറ്റത്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആയതുപോലെ തോന്നി. പക്ഷെ അത് അധിക നേരം നീണ്ടുന്നില്ല. കണ്ണുകൾ തുറന്നപ്പോൾ തൊട്ടടുത്ത് ഗുരുവിന്റെ മുഖം കണ്ടപ്പോൾ ജിബിന് വല്ലാത്ത ഭയം തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോയാൽ മതിയെന്ന് തോന്നി. ജിബിന്റെ അവസ്ഥ മനസ്സിലാക്കി ഗുരു പതുക്കെ അയാളെ ആശ്വസിപ്പിച്ചു. കാര്യങ്ങൾ പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. 1-2 മണിക്കൂറോളം സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഗുരു ജിബിനോട് ഈ കാര്യം ചോദിച്ചത്. എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി ഗുരു. അപ്പൊ നമുക്ക് വിനീതിനെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റുമല്ലേ? കൂട്ടത്തിൽ ആ പെൺകുട്ടിയുടെ കള്ളങ്ങൾ വിളിക്കാനും? അതെ, തീർച്ചയായിട്ടും സാധിക്കും. സ്വതസിദ്ധമായ ഒരു പുഞ്ചിരിയോടെ ഗുരു മറുപടി പറഞ്ഞു. ജിബിന്റെ മുഖത്ത് ആശ്വാസം പരന്നു. അയാൾ അരുണിനെ നോക്കിയപ്പോഴും ഒരു പുഞ്ചിരി തന്നെയായിരുന്നു അരുണിന്റെ മുഖത്തും. എന്നാൽ നമുക്ക് ഇന്ന് തന്നെ പോയാലോ ഡോക്ടർ? നമുക്ക് ഗുരുവിനെയും കൂടെ കൂട്ടാം. വിനീതിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഗുരു കൂടെ ഉണ്ടാവാൻ തന്നെയാണ് നല്ലത്. കൂട്ടത്തിലാവും മറന്നുപോയത് പുറത്തേക്ക് എടുക്കാനും ഗുരു നമ്മുടെ കൂടെ വേണ്ടി വരും. ജിബിൻ പറഞ്ഞു കേട്ടപ്പോൾ അരുൺ ഞങ്ങളുടെ കൂടെ വരാൻ സാധിക്കുമോ എന്ന ഭാഗത്തിൽ ഗുരുവിനെ നോക്കി. നിങ്ങളുടെ കൂടെ വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പ്രായാധിക്യമായ അസുഖങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ആയുർവേദ ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. മോളുടെ നേതൃത്വത്തിൽ ആ ചികിത്സ. അവള് ഡോക്ടറാണ്. ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന കാരണം മോൾ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പുറത്ത് പറഞ്ഞേക്കാറില്ല. ഇങ്ങോട്ടേക്ക് വരുന്നവരെ മാത്രമേ ഞാൻ സ്വീകരിക്കാറുള്ളൂ. എന്നാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ. ഗുരു പറഞ്ഞപ്പോഴേക്കും ഹാളിന്റെ കർട്ടന്റെ അവിടെയായ ഒരു നിഴലനക്കം കണ്ടു. തൂവെള്ള വസ്ത്രം ധരിച്ച 27 വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഗുരുവിന്റെ തനി പകർപ്പ് തന്നെ. നല്ല പൊക്കവും അതിനൊത്ത വണ്ണവും, നീണ്ടൽപ്പം ചുരുണ്ട കനത്ത മുടി, നല്ല വട്ടമുഖം, ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ഒരു കുഞ്ഞു മൂക്കുത്തി ഒഴിച്ച് കഴുത്തിലോ കൈകളിലോ കാതുകളിലോ ഒരാഭരണം പോലുമില്ല. എന്നാലും എന്തൊരു ഐശ്വര്യം! ആ വന്നല്ലോ, ഇതാണ് എൻ്റെ മകൾ പാർവതി. ആ പെൺകുട്ടി ജിബിനെയും അരുണിനെയും നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് പുഞ്ചിരിച്ചു. നമസ്കാരം. നമസ്കാരം മോളെ. അരുൺ തിരിച്ച് നമസ്കാരം പറഞ്ഞപ്പോൾ ജിബിന് വിനയപൂർവ്വം വെറുതെ പുഞ്ചിരിച്ചതേയുള്ളൂ. അരുണിന് നേരത്തെ തന്നെ പാർവതി അറിയാം. തന്നേക്കാൾ പ്രായത്തിന് ഒരുപാട് ഇളയതാണ് ആ പെൺകുട്ടി എന്നറിയാം. എന്നാൽ അവളെ കാണുമ്പോൾ വല്ലാത്ത ബഹുമാനമാണ് തോന്നുന്നത്. മോളെ, എനിക്ക് ഇവരുടെ കൂടെ പുറത്തു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞാൽ മടക്കമുണ്ടാവുള്ളൂ എന്ന് മനസ്സ് പറയുന്നുണ്ട്. അച്ഛാ, ഇപ്പൊ എങ്ങനെ പോകാനാച്ചാ? ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ? പാർവതി നേർമയായി ചോദിച്ചു. കുട്ടി അച്ഛൻ വരേണ്ട അത്യാവശ്യ കാര്യമാണ്, അരുൺ പറഞ്ഞു. അത് മനസ്സിലായി ഡോക്ടർ. അത്യാവശ്യക്കാരില്ലാതെ അച്ഛൻ എന്നോട് ഇങ്ങനെ പറയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥ പ്രോപ്പറായിട്ട് മരുന്നൊന്നും ഉള്ളിലേക്ക് ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. തനിച്ചായാൽ അച്ഛന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ, മോള് ഞങ്ങളുടെ കൂടെ വായോ. മോളുടെ ഒരു ശ്രദ്ധയും കൂടെ അദ്ദേഹത്തിന് കിട്ടുമല്ലോ. അരുൺ പറഞ്ഞപ്പോൾ പാർവതി ഗുരുവിനെ നോക്കി. ഗുരുവിന്റെ മുഖം കണ്ടപ്പോൾ എന്തോ അത്യാവശ്യക്കാരിയാണെന്ന് പാർവതിക്ക് മനസ്സിലായി. അവസാനം അവൾ കൂടെ വരാമെന്ന് സമ്മതിച്ചു. ജിബിനും അരുണും ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഗുരു അവരെ പിടിച്ചു നിർത്തി. എന്തായാലും ഇത്രയും സമയമായില്ലേ, അത്താഴം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും എതിർത്തൊന്നും പറഞ്ഞില്ല. ചുവന്ന അരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞിയായിരുന്നു അത്താഴം. കൂടെ ചെറുപയർ തോരനും പപ്പടം ചുട്ടതും അമ്പഴങ്ങ അച്ചാറും. സാധാരണ കഞ്ഞിയോടൊന്നും ജിബിന് വലിയ താല്പര്യമില്ലെങ്കിലും പാർവതിയും മോഹനും കൂടെ കൊണ്ടുവന്ന ഭക്ഷണം ജിബിന് ആസ്വദിച്ച് കഴിച്ചു. എല്ലാറ്റിനും അസാധ്യ ടേസ്റ്റ്. രാത്രിയോടെ തന്നെ ജിബിനും അരുണും ഒരു കാറിലും പാർവതിയും ഗുരു അവരുടെ കാറിലും അവിടെ വന്നിറങ്ങി. രാത്രിയോടെ തന്നെ ജിബിനും അരുണും ഒരു കാറിലും പാർവതിയും ഗുരുവും അവരുടെ കാറിലും അവിടെ നിന്ന് ഇറങ്ങി. നേരെ ജിബിന്റെ വീട്ടിലേക്കാണ് പോയത്. ജിബിന്റെ ഭാര്യ അവളുടെ അനിയത്തിയുടെ കല്യാണം പ്രമാണിച്ച് ഒരാഴ്ചയോളമായി നാട്ടിലേക്ക് പോയിട്ട് ഈ രാത്രിയിൽ എന്തായാലും വിനീതിന്റെ അടുക്കിലേക്ക് പോവേണ്ടെന്ന് അവർ തീരുമാനിച്ചിരുന്നു. പാർവതിക്കും ഗുരുവിനും അരുണിനുമുള്ള മുറികൾ കാണിച്ചു കൊടുത്ത് ജിബിനും ശാന്തമായ മനസ്സോടെ ഉറങ്ങാനായി കിടന്നു. വൈകുന്നേരം തറവാട്ടിൽ പോയി വന്നതിന് ശേഷം വൈദേഹിക്ക് യാതൊരു സ്വസ്ഥതയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മനസ്സുമില്ലാതെ പതറിപ്പോകുന്ന പോലെ. സിദ്ധുവിന് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്നുള്ളത് തന്നെയാണ് വൈദേഹിയിൽ അസ്വസ്ഥ ഉളവാക്കിയ കാര്യം.
തന്റെ ക്രിയകൾ എവിടെയെങ്കിലും പിഴച്ചുപോയെന്ന് വൈദേഹിക്ക് സംശയം തോന്നി. അർദ്ധരാത്രിയിൽ വീണ്ടും മൂന്നാമത്തെ ചരടഴിക്കണം. അപ്പോഴേക്കും മനസ്സാന്നിധ്യം നഷ്ടപ്പെടാൻ പാടില്ല. വൈദേഹി മനസ്സിന്റെ ചിന്തകളെ വഴിതിരിച്ചു വിട്ടെങ്കിലും വീണ്ടും ഓരോന്നോർത്ത് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. രാത്രിയായപ്പോൾ ആൾ കുളിച്ച് വസ്ത്രങ്ങളൊക്കെ മാറി പ്രതിമയ്ക്ക് മുന്നിൽ ചെന്നിരുന്നു. കാലം കോഴി കൂവി. പതിയെ കണ്ണുറന്ന വൈദേഹി ചാഞ്ചാടുന്ന മനസ്സിനെ അടക്കി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് മൂന്നാമത്തെ ചരട് അഴിച്ചു മാറ്റി. ചരടിന്റെ കെട്ടുകൾ മുഴുവൻ അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് തന്നെ തന്റെ ദേഹമാകെ തളരുന്ന പോലെ വൈദേഹിക്ക് തോന്നി. നേരത്തെ 2 ചരട് അഴിച്ചു മാറ്റിയിട്ടും അവന് കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ. ആ ഓർമ്മ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഭയം അവളെ വന്ന് പൊതിഞ്ഞു. മലിരൂപിക്ക് തന്നോടുള്ള പ്രിയം നഷ്ടപ്പെടുവോ? അതുകൊണ്ടായിരിക്കുമോ താൻ ചെയ്ത ക്രിയ അവന് കാര്യമായിട്ട് അപകടം ഉണ്ടാക്കാതിരുന്നു. തന്നെ കൊണ്ട് ഈ ക്രിയ ഇനിയും മുമ്പോട്ടേക്ക് ചെയ്യാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വന്നു. മനസ്സെപ്പോഴോ കൈവിട്ടു പോയിരിക്കുന്നു. ദേഷ്യം വന്ന വൈദേഹി തന്റെ മുന്നിലിരിക്കുന്ന പ്രതിമയെടുത്ത് ആഞ്ഞാമുറിയുടെ മൂലയിലേക്ക് ഒരു ഏറ് വെച്ചു കൊടുത്തു. വൈദേഹി കരഞ്ഞു. ഉറക്കെ പൊട്ടി പൊട്ടി കരഞ്ഞു. ഭ്രാന്തമായി അലറി വിളിച്ചു. അവളുടെ നിലവിളി ശബ്ദം ആ നിലവറ മുഴുവൻ മുഴങ്ങി കേട്ടു. പക്ഷേ വൈദേഹി ആ ക്രിയ മുഴുവൻ പൂർത്തിയാക്കാഞ്ഞിട്ടും രാത്രിയിൽ സിദ്ധാർത്ഥ ഉറക്കത്തിൽ വേദന കൊണ്ട് പുളയുകയായിരുന്നു. നേരം വെളുത്തപ്പോഴേക്കും സിദ്ധാർത്ഥിന്റെ അവസ്ഥ ഒന്നുകൂടി രൂക്ഷമായി കഴിഞ്ഞിരുന്നു. ആദ്യം ഇടത് കൈക്ക് മാത്രമാണ് തളർച്ചയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇടതുവശം ആകെ തളർന്ന പോലെ, സ്പർശിക്കുന്ന പോലും അറിയുന്നില്ല. സങ്കടപ്പെടാനും കണ്ണീർ വാർക്കാനും മാത്രമേ അവനെ കൊണ്ട് കഴിഞ്ഞുള്ളൂ. ഇപ്പോഴും ഫ്രണ്ട്സാണ് കൂടെ. 3 പേർ മാറി മാറി നിൽക്കുകയാണ്. ഇടുക്കിക്കാരനായ സാമുവലാണ് ഇപ്പോൾ അവന്റെ കൂടെയുള്ളത്. വൈകുന്നേരം വേറെ ആരെങ്കിലും വരുമ്പോൾ സാമുവൽ തിരികെ പോകും. സിധു, നീ വിഷമിക്കാണ്ടിരിക്കുക. ഈ സിറ്റിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണിത്. മികച്ച ഡോക്ടേഴ്സും എന്തെങ്കിലും പരിഹാരം അവർ നിന്റെ കാര്യത്തിൽ ഉണ്ടാക്കും. നിനക്ക് ചെറിയ പ്രശ്നമേ ഉള്ളൂ. എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള സമയങ്ങളിൽ നീ അവർക്ക് കൊടുക്കുക. നീ മിടുക്കനായി തിരിച്ചുവരും സിധു. രാവിലെ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിക്കാൻ കൂട്ടാകാതെ കിടക്കുന്ന സിദ്ധാർത്ഥിനെ സാമുവൽ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അങ്ങനെ പറയുമ്പോഴും സാമുവലിന്റെ ഉള്ളിലും വിഷമം തന്നെയായിരുന്നു. വളരെ ചെറുപ്പമാണ് സിദ്ധാർത്ഥ്. ജീവിച്ച് തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊരു ദുർവിധി. എങ്ങനെയോ അല്പം ഭക്ഷണം അവനെ കഴിപ്പിച്ചിരിക്കുമ്പോഴാണ് മുറിയിലേക്ക് നഴ്സ് കടന്നു വന്നത്. സിദ്ധാർത്ഥിന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ നിങ്ങളെന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴിൽ അത് പറഞ്ഞ് നഴ്സ് പോയി. സിദ്ധാർത്ഥും സാമുവലും പരസ്പരം നോക്കി. എടാ, ഞാനൊന്ന് പോയിട്ട് വരാം. സാമുവൽ അപ്പോൾ തന്നെ ഡോക്ടറുടെ മുറിയിലേക്ക് പോയി. ഡോക്ടർ മലയാളിയാണ്. ഡോക്ടർ മെറിൻ ജോൺസൺ. ഇരിക്കും. തന്റെ എതിർവശത്തിരിക്കുന്ന കസേര കാണിച്ചുകൊണ്ട് മെറിൻ പറഞ്ഞു. ഏകദേശം 40 വയസ്സോളം വരുന്ന സ്ത്രീയാണ് ഡോക്ടർ മെറിൻ. സിദ്ധാർത്ഥ് എന്തെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ടോ? മുഖവരൊന്നും കൂടാതെ പെട്ടെന്നുള്ള ഡോക്ടർ ചോദ്യം കേട്ടപ്പോൾ സാമുവൽ ഞെട്ടിപ്പോയി. അവന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല. ആദ്യമൊക്കെ വല്ലപ്പോഴും വല്ല പാർട്ടിയോ മറ്റോ വരുമ്പോൾ ഒരു ബിയർ കുടിക്കും. അതിൽ കൂടുതലായി മദ്യപിക്കുന്നതും കണ്ടിട്ടില്ല. അവന്റെ കല്യാണത്തിന് ശേഷമാണെങ്കിൽ അതുമില്ല. ഞങ്ങൾ പറഞ്ഞാലും അവൻ നിർബന്ധപൂർവ്വം ഒഴിഞ്ഞു മാറുകയുള്ളൂ. അങ്ങനെയുള്ള അവൻ ഡ്രഗ് യൂസ് ചെയ്യാണ്. ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ ഡോക്ടർ. എന്താ ഇങ്ങനെ ചോദിക്കാൻ കാരണം? എന്താ പ്രശ്നം? സിദ്ധാർത്ഥിനെ ഫസ്റ്റ് ടേക്ക് ചെയ്തപ്പോൾ തന്നെ നേരെ ഡൗട്ട് തോന്നിയിരുന്നു. എന്തോ പോയിസൺ ഉള്ളിലുണ്ടെന്ന്. ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എന്തോ മാരകമായിട്ടുള്ള ഒരു സ്ലോ കില്ലിംഗ് പോയിസൺ സിദ്ധാർത്ഥിനുള്ളിലേക്ക് ചെന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ റയറായിട്ടുള്ള എന്തോ ഒന്ന്. ഏതോ കൂർമ്മ ബുദ്ധിയുള്ള തല ആ പോയിസന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാധാരണ ടെസ്റ്റിലൊന്നും അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതിപ്പോൾ അയച്ചു കൊടുത്തിട്ട് 30 മണിക്കൂറിന് ശേഷമാണ് ആ ഒരു റിസൾട്ട് അയച്ചു തന്നിട്ടുള്ളത്. ഡ്രഗ് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചോദിച്ച് ഡ്രഗിന് അഡിക്റ്റ് ആയവർ ചിലപ്പോൾ അത് കിട്ടാതെ വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ച് കാണാറുണ്ട്. ആ നേരത്ത് മരിക്കില്ലെന്നൊന്നും അവർ ചിന്തിക്കില്ല. എന്തെങ്കിലും ഒരു ലഹരി ഉള്ളിലേക്ക് അയറ്റുക, അത്രയേ ഉള്ളൂ. ഡോക്ടർ പറഞ്ഞു കേട്ട് ആകെ ഞെട്ടിപ്പാച്ചിരിക്കുകയാണ് സാമുവൽ. സിദ്ധാർത്ഥിൻ്റെ ഉള്ളിൽ പോയിസണോ? അതെങ്ങനെ ഡോക്ടർ? ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക? ഇതിപ്പോൾ എങ്ങനെ എഫക്റ്റ് ചെയ്യാം? നമുക്ക് നോക്കാം സാമുവൽ. വളരെ മാരകമായ പോയിസൺ കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മാറാൻ സമയമെടുക്കും. ഒരു നിശ്ചിത ഇടവേളയിൽ ഇങ്ങനെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ തളർന്നു പോവുകയും ചെയ്യും. ക്ഷമയോടെ കാത്തിരുന്നേ മതിയാവും. പതുക്കെ നമുക്കിത് ശരിയാക്കി എടുക്കാം. എന്തായാലും ഈ പോയിസൺ ഉള്ളിലേക്ക് ചെന്നിട്ട് 2 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും. ആ സമയത്ത് സിദ്ധാർത്ഥ് എവിടെയായിരുന്നു? ആ സമയത്ത് അവൻ നാട്ടിലായിരുന്നു ഡോക്ടർ. ഇവിടേക്ക് വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സിദ്ധാർത്ഥിനോട് നിങ്ങൾ ഈ കാര്യം സംസാരിച്ച് നോക്ക്. വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ ആരോ മനഃപൂർവ്വം സിദ്ധാർത്ഥിന് ഇത് കൊടുത്തിട്ടുണ്ടാവാനാണ് സാധ്യത. വിരോധമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് സിദ്ധാർത്ഥിനോട് തിരക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ സംസാരിച്ച് നാട്ടിൽ പോയിട്ട് ഇത് കേസാക്കാം. ഓക്കെ ഡോക്ടർ, ഞാൻ സിദ്ധാർത്ഥിനോട് പതുക്കെ സംസാരിച്ചോട്ടെ. പെട്ടെന്ന് പോയിസൺ എന്നൊക്കെ പറഞ്ഞാൽ അവനാകെ തകർന്നു പോയില്ലേ? ഓക്കെ, നിങ്ങൾ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ദാ ഈ റിസൾട്ട് കൂടെ കൊണ്ടുപോയിക്കോളൂ. ഡോക്ടറുടെ മുറിയിൽ നിന്നിറങ്ങിയ സാമുവൽ പകപ്പോടെയാണ് സിദ്ധാർത്ഥിന്റെ മുറിയിലേക്ക് ചെന്നത്. ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് സിദ്ധാർത്ഥ് തീർച്ചയായും ചോദിക്കും. മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും കാര്യം അവനറിയട്ടെ. ആരാണ് അവനോട് ഇങ്ങനെ ചെയ്തതെന്ന് അറിയണമല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞ സാമുവൽ? എന്തായാലും നീ എന്നോട് മറച്ചു വെക്കാൻ പറയണം. എടാ അത് പിന്നെ സാമുവൽ ഡോക്ടർ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥിനോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ സിദ്ധാർത്ഥ് മിഴിച്ചു കിടന്നു. പോയിസണോ? എങ്ങനെ? ആര്? ഇല്ല സാമുവൽ, ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാവും. അങ്ങനെ ഒരു സാധ്യത തന്നെ ഇല്ല. സിദ്ധാർത്ഥ് ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ സാമുവൽ തന്റെ കയ്യിലിരിക്കുന്ന ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് സിദ്ധാർത്ഥിന് നേരെ നീട്ടി. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നീ നോക്കി, നിന്റെ ബ്ലഡിൽ പോയിസൺ കളഞ്ഞിട്ടുണ്ടെന്ന് ഈ റിസൾട്ട് പറയുന്നുണ്ട്. അത് വായിച്ചപ്പോൾ തന്റെ ബ്ലഡിൽ 70% എങ്ങനെയോ പോയിസൺ കളഞ്ഞിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥിന് ഉറപ്പായി. പക്ഷെ അതെങ്ങനെയെന്ന് മാത്രം അവൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. എടാ എന്നാലും ഇത്
തന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്ന സാമുലിനോടായി സിദ്ധാർത്ഥി ചോദിച്ചു. നീ ടെൻഷൻ ആവണ്ടിക്ക്. പക്ഷെ സിദ്ധു ഒരു കാര്യമുണ്ട്. ആ ഡോക്ടർ പറഞ്ഞത് ഇത് അങ്ങനെ ഇങ്ങനെയും കിട്ടുന്ന സാധനമല്ലെന്നാ. അതായത് ഏതോ കൂടിയ ഇനാണെന്ന്. 70% നിന്റെ ബ്ലഡിൽ ഇത് കലരണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുറച്ച് നിന്റെ ഉള്ളിലേക്ക് അത് എത്തിയിട്ടുണ്ടാവും. അത് എത്തിയത് അബദ്ധത്തിലാവാനും വഴിയില്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നിന്നോട് വിരോധമുള്ള ആരെങ്കിലും നാട്ടിൽ വെച്ച്? ഏയ് ഇല്ല സാമൂൽ, നാട്ടിലെന്നല്ല എവിടെ എന്നോട് വിരോധമുള്ള ആരും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷേ ഇതെങ്ങനെ? സാമുവിന്റെ വാക്കുകൾ ഉള്ളിൽ കിടന്ന് കറങ്ങി നേരത്താണ് സിദ്ധാർത്ഥിന് ഒരു കാര്യം ഓർമ്മ വന്ന്. വൈദേഹിയുടെ തലേ ദിവസത്തെ ഫോൺ കോൾ. സത്യത്തിൽ ഈ ബ്ലഡ് ടെസ്റ്റിന് റിസൾട്ട് കണ്ടപ്പോൾ ആ കാര്യം തന്നെ വിട്ടുപോയി. ഈ റിസൾട്ട് കിട്ടുന്നവരെ തനിക്ക് ഇങ്ങനെ സംഭവിച്ച് വൈദേഹിയുടെ അച്ഛനെയും കൂടോത്രം കാരണമെന്നാണ് വിചാരിച്ചിരുന്നത്. സംഗതി അതല്ലെന്ന് അറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊക്കെ പാടെ മറന്നുപോയി. പക്ഷെ ഇനി അവളായാലും അവൾക്ക് എങ്ങനെ മയക്കുമരുന്നൊക്കെ കിട്ടുന്നു? അവൾ തന്നൊന്നും താൻ കഴിച്ചിട്ടുമില്ല, അവളൊന്നും തന്നിട്ടുമില്ല. അപ്പോൾ വൈദേഹി വഴി അതിന് സാധ്യതയില്ല. ഇനി അവൾക്ക് മയക്കുമരുന്ന് കിട്ടിയാൽ തന്നെ തന്റെ ജീവൻ അപകടത്തിലാവുന്ന പ്രവൃത്തിയൊക്കെ അവൾ ചെയ്യൂ. പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉള്ളിലൊരു ശങ്ക. ഇങ്ങോട്ടേക്ക് പോരുന്നതിന് തലേന്ന് ജീവൻ അവൾക്കും താൻ നല്ല തല്ലു കൊടുത്തിരുന്നു. ഇനി അതിന്റെ പകയെങ്ങാനും ഉള്ളിൽ വെച്ചിട്ട്. പക്ഷെ എന്നാലും അവൾ ഇങ്ങനെ ചെയ്യുമോ? രണ്ടു തരത്തിൽ മനസ്സ് വാദിക്കുന്നുണ്ടെങ്കിലും കൃത്യമായൊരു ഉത്തരം സിദ്ധാർത്ഥിന് അപ്പോഴും കിട്ടിയില്ല. അമ്മയുടെ അപകടം തൊട്ട് കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ സിദ്ധാർത്ഥി ചിന്തിക്കാൻ തുടങ്ങി. അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അത് അന്വേഷിക്കാൻ വന്ന വിനീതിന് സംഭവിച്ച എന്താണ്? വിനീതിനോട് പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവന് ഓർമ്മയില്ലാത്ത എന്തുകൊണ്ടായിരിക്കും? അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വൈദേഹിയുടെ കൂടോത്രത്തിന് പ്രസക്തിയുണ്ട്. കാരണം വിനീത് അങ്ങോട്ടേക്ക് പോകുന്നുവെന്ന് തന്നോട് പറഞ്ഞിട്ടാണ് തറവാട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് അതിനുശേഷം നടന്നൊന്നും അവന് ഓർമ്മയില്ല. വിനീതിനൊന്ന് വിളിക്കണം, കാര്യങ്ങൾ വിശദമായി തിരക്കണം. അല്ലെങ്കിലും പോലീസ് കേസാക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ വെച്ച് സംഭവിച്ച കാര്യമായതുകൊണ്ട് നാട്ടിലെ പോലീസ് സ്റ്റേഷൻ തന്നെ കേസ് കൊടുക്കണം. വിനീതിനോട് കുറച്ച് അടുപ്പമുള്ള സ്ഥിതിക്ക് ആ കാര്യം പറഞ്ഞ് വിനീതിനെ വിളിക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് അവൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് കരുതി സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് വിനീതിന്റെ നമ്പർ ഡയൽ ചെയ്തു. രാവിലെ തന്നെ ശിവസ്തുതി കേട്ടാണ് ജിബിൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. മനോഹരമായ ഒരു പെൺസരം കേട്ടപ്പോൾ തന്നെ അത് പാർവതിയാണെന്ന് മനസ്സിലായി. അത് കേട്ട് എഴുന്നേറ്റുകൊണ്ടാവണം രാവിലെ തന്നെ നല്ല ഉണർവ് ജിബിന് തോന്നി. എഴുന്നേറ്റ് ആളിൽ വന്നപ്പോൾ ഡോക്ടർ അരുൺ ആദിത്യവർമ്മയൊക്കെ ആളിൽ വെറും നിറത്ത് കണ്ണുകളടച്ചിരിപ്പുണ്ട്. പാർവതി അകത്തുമുറിയിലാണെന്ന് തോന്നുന്നു. അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ജിബിൻ അടുക്കളയിലേക്ക് കയറി എല്ലാവർക്കും ചായ ഇട്ടു. ഫ്രിഡ്ജിൽ ഇൻസ്റ്റന്റ് ചപ്പാത്തി ഇരിപ്പുണ്ട്, അതെടുത്ത് ചുട്ടു. പെട്ടെന്നൊരു പനീർ കറിയും ഉണ്ടാക്കി. അയ്യോ ജിബിൻ ബുദ്ധിമുട്ടായോ? ഞങ്ങൾ കൂടെ കൂടിയാനേ ഡോക്ടർ അരുൺ വന്ന് പറഞ്ഞപ്പോൾ ജിബിൻ പുഞ്ചിരിച്ചു. ഇതൊക്കെ എനിക്ക് ശീലം ഡോക്ടർ. ഡോക്ടർ കഴിക്കായിരുന്നുള്ളൂ, ആരോട് കൂടെ കഴിക്കായിരുന്നോളം പറഞ്ഞോളൂ. ജിബിൻ അങ്ങനെ പറഞ്ഞെങ്കിലും അരുണും ജിബിനും കൂടിയാണ് ഭക്ഷണമൊക്കെ ടേബിൾ കൊണ്ടുവച്ചത്. മൂന്നാളും കഴിക്കായിരുന്നിട്ട് പാർവതിയെ മാത്രം കണ്ടില്ല. ആ കുട്ടി വന്നില്ലല്ലോ പാർവതി. അവള് വന്നോളൂ, ധ്യാനത്തില. വലിയ ശിവഭക്തയാ അവള്. ഭക്തിയൊക്കെ ഞാൻ തന്നെ ശീലിപ്പിച്ചെടുത്താ. മുതിർന്നപ്പോൾ അവള് കടുത്ത ശിവഭക്തയായി. ധ്യാനത്തിലൂടെയും മറ്റൊക്കെ കുറച്ച് കഴിവുകൾ അവളും സ്വായത്തമാക്കിയിട്ടുണ്ടെന്ന് വെച്ചോളൂ. ആദിത്യവർമ്മ പറഞ്ഞ മുഴുവനായി മനസ്സിലായില്ലെങ്കിലും ജിബിൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. വിനീത് ലീവിലാണെന്നല്ലേ പറഞ്ഞ്? ഇപ്പൊ വീട്ടിലുണ്ടാവില്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? പാർവതിയും കൂടെ വന്ന് കഴിച്ചതിന് ശേഷം അരുൺ ജിബിനോട് തിരക്കി. ആ പോവാം, ഞാൻ അവനൊന്ന് വിളിച്ചോട്ടെ. ജിബിൻ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഹലോ, നീ എവിടെയാ വിനീത്? വീട്ടിലല്ലേ? അല്ല സർ, ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു. എവിടെയാ? ഒരു 2 മണിക്കൂർ ഫ്രീ ആകാൻ പറ്റുമോ? ഇപ്പോൾ ഒന്നാമത് കാണാൻ കഴിയുമോ? അയ്യോ, ഞാനിപ്പോൾ ഫ്രീ ആവില്ലല്ലോ. ഇന്ന് മംഗളൂർ ടൗണിൽ കൃഷ്ണചന്ദ്രൻ ഡോക്ടറുടെ പരിപാടിയില്ലേ? കുറേ VIP-കളൊക്കെ വരുന്നല്ലേ? ഇന്ന് അവിടെയാണ് ഡ്യൂട്ടി. ഇപ്പോഴൊന്നും ഇവിടുന്ന് പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്യാവശ്യമില്ലാണോ? ഫോണിലൂടെ പറയാൻ പറ്റുമെന്നാണെങ്കിൽ പറഞ്ഞോ. പ്രശസ്ത ന്യൂറോളജിസ്റ്റാണ് ഡോക്ടർ കൃഷ്ണചന്ദ്രൻ. അവിവാഹിതൻ. കേരളത്തിന് പുറത്തൊക്കെ നിരവധി ഹോസ്പിറ്റലുകൾ കൃഷ്ണനുണ്ട്. ഇത്രയും വലിയ ആളാണെങ്കിലും അതിന്റെ യാതൊരു അഹങ്കാരമോ ധാർഷ്ട്യമില്ലാത്തൊരു പാവം ഡോക്ടർ. ഇത്രയും ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം സേവനമാണ്. പാവപ്പെട്ടവർക്ക് കൃഷ്ണചന്ദ്രൻ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ ചികിത്സയും മരുന്നൊക്കെ തികച്ചും സൗജന്യമാണ്. ഓ, ഇന്നാണോ അത്? അപ്പൊ എന്നാലും ഡ്യൂട്ടി നടക്കട്ടെ. കാര്യം ഇല്ല, വിനീത്, ഞാൻ ഫോണിലൂടെ പറയാൻ പറ്റിയല്ലേ. വൈകുന്നേരം ഫ്രീ ആകുമ്പോൾ താൻ ഇങ്ങോട്ട് വിളിക്കുക, ഞാൻ അങ്ങോട്ട് വരാം. ശരി സർ. വിനീത് വേഗം ഫോൺ കട്ട് ചെയ്തു. അല്ലെങ്കിൽ ഈ ആൾക്കാർക്കും വളത്തിനൊരു സ്വസ്ഥമായിട്ട് ഫോൺ ചെയ്യാനൊന്നും സാധിക്കില്ല. എത്രമാത്രം ആൾക്കാരാണ് ഇവിടെ. എന്നാലും എന്നാണോ ജിബിൻ സാറിന് തന്നോട് ചോദിക്കാനും പറയാനുള്ളത്? വിനീത് ആലോചനയോടെ നിന്നു. എന്തോ ബോധവൽക്കരണ ക്ലാസ് ആണ്, പക്ഷെ എത്രമാത്രം ആളുകളാണ് ഇവിടെ. ഡോക്ടറുടെ പ്രശസ്തി തന്നെ കാരണം. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ ഡോക്ടറുടെ കാറ് ആ വലിയ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നു. അഞ്ചടിയിൽ താഴെ വരുന്ന ഡോക്ടർ കാറിന്റെ ഡോർ ഇറങ്ങിയപ്പോഴേക്കും 2 കുഞ്ഞു പെൺകുട്ടികൾ അദ്ദേഹത്തിന് പൂ കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പോലീസുകാർ ഡോക്ടറുടെ ചുറ്റും തന്നെയായിരുന്നു. ആൾക്കൂട്ടം പെട്ടെന്നാണ് കൂടിയത്. വിനീത് അടങ്ങുന്ന പോലീസുകാർ പെട്ടെന്ന് തന്നെ അവരുടെ ഇടയിലേക്ക് ചെന്നു. ഡോക്ടർ പോലീസുകാരുടെ സഹായത്തോടുകൂടി ഉള്ളിലേക്ക് കയറി. അവയവദാനത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് ആയിരുന്നു കൃഷ്ണചന്ദ്രൻ നടത്തിയത്. ഒരു മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ് അദ്ദേഹം. കുറച്ചു മുമ്പേ തന്നെ കൃഷ്ണചന്ദ്രൻ ഡോക്ടറെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ് വിനീത് അന്ന് ആദ്യമായിട്ടാണ് കേട്ടത്. ഡോക്ടറുടെ വാക്കുകളുടെ ശക്തി വിനീത് മനസ്സിലാക്കിയത് അന്നായിരുന്നു. എത്ര പെട്ടെന്നാണ് അദ്ദേഹം ആളുകളെ കൺവിൻസ് ചെയ്യുന്നത്. കുറെ പേരൊക്കെ അപ്പോൾ തന്നെ അവയവദാനത്തിന് തയ്യാറായിട്ടുള്ള ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വികലാംഗരായ 25 പേർക്ക് ഡോക്ടർ സൗജന്യമായി വീൽ ചെയർ കൊടുക്കുന്ന ചടങ്ങ് കൂടെ ഉണ്ടായിരുന്നു. ഏകദേശം 54,000 രൂപയോളം വില വരുന്ന ഇലക്ട്രിക് വീൽ ചെയറുകളാണ് ഡോക്ടർ ആ പാവപ്പെട്ടവർക്ക് കൊടുത്തത്.
ഇലക്ട്രിക് വീൽ ചെയറുകളായത് കാരണം ഒരു പരിധിവരെ മറ്റുള്ളവരെ സഹായം തേടേണ്ടിയും വരില്ല. കണ്ണീരോടെ കൈകൾ കൂപ്പി ഡോക്ടറോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും കൂടെയുള്ളവരോടൊപ്പം വേദിയിൽ നിന്ന് ഇറങ്ങിയത്. ഇങ്ങനെയൊക്കെ കൊടുക്കാൻ മാത്രം ഇങ്ങോട്ട് കയ്യിൽ ഇതിന് മാത്രം പണമുണ്ടോ? അരികിൽ നിൽക്കുന്ന കോൺസ്റ്റബിൾ ശശീന്ദ്രൻ ചേട്ടൻ വിനീതിന്റെ കാതിന്റെ അരികിലായി വന്നുകൊണ്ട് ചോദിച്ചു. എന്റെ പൊന്നു സാറേ, അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരുമില്ല, പിന്നെ ഈ സമ്പാദിക്കുന്നൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ഇങ്ങനെയൊക്കെ കൊടുത്ത് പുണ്യം നേടുന്നുണ്ടാവും. വിനീതിന്റെ അരികിൽ നിന്നിരുന്ന മറ്റൊരു കോൺസ്റ്റബിളായ രാജനാണ് മറുപടി പറഞ്ഞ്. എല്ലാം കേട്ട് വിനീത് ചിരിച്ചെന്നേ ഉള്ളൂ. പരിപാടി ഏകദേശം തീരാനായപ്പോഴാണ് ഒരു കോള് വരുന്ന വിനീത് അറിഞ്ഞ് നോക്കുമ്പോൾ സിദ്ധാർത്ഥാണ്. ഏതെങ്കിലും അത്യാവശ്യ കാര്യമില്ലാതെ അവൻ വിളിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് വിനീത് കുറച്ചങ്ങോട്ട് മാറിയെന്ന് ഫോൺ എടുത്തു. തനിക്ക് തീരെ സുഖമില്ലെന്നും ഓരോ ദിവസം തളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു കേട്ടപ്പോൾ വിനീത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയിരുന്നു. അവസാനം കാണുന്നവരെയും ഒരു കുഴപ്പമില്ലായിരുന്ന പൂർണ്ണ ആരോഗ്യവാനായിരുന്ന സിദ്ധാർത്ഥ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരാൻ മാത്രം എന്താണ് സംഭവിച്ചത്? വിനീത് സിദ്ധാർത്ഥിനോട് ചോദിച്ചപ്പോൾ അവനൊന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. സംഭവിച്ചതിന്റെ കാരണമൊക്കെ എനിക്കറിയാം വിനീത്. ഞാനിപ്പോൾ നിനക്കൊരു ഫോട്ടോ അങ്ങോട്ടേക്ക് അയച്ചു തരാം, അതൊന്ന് നീ നോക്ക്. ഇവിടുത്തെ ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞ് നാട്ടിൽ വന്ന് കേസാക്കാനാ. കാര്യമൊന്നും മനസ്സിലായാലും കോൾ കട്ട് ചെയ്ത് സിദ്ധാർത്ഥ അയച്ചെടുത്ത ഫോട്ടോ എടുത്ത് വിനീത് നോക്കി. സിദ്ധാർത്ഥിന്റെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന ഡ്രഗിനെ പറ്റി മുമ്പ് കേട്ടിട്ടുള്ള വിനീത് പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിനെ തിരിച്ചു വിളിച്ചു. ഒരു സ്ലോ പോയിസൺ കില്ലിംഗ് ഡ്രഗാണ്, ജീവനോടെ തിരിച്ചു കിട്ടിയ എന്നെ ഭാഗ്യം. സിധു, ഞാൻ അങ്ങോട്ടേക്ക് വരാം, നമുക്കിത് കേസാക്കണം. ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. ആരാ എന്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചല്ലോ, ഇനി പെട്ടെന്ന് റിക്കവർ ആയിക്കോളൂ, നീ വിഷമിക്കാണ്ടിരിക്കുക. വീറോടെ വിനീത് പറഞ്ഞപ്പോൾ തന്നിൽ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസമൊക്കെ തിരിച്ചു കിട്ടിയതുപോലെ സിദ്ധാർത്ഥിന് തോന്നി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.